ചേർത്തല പള്ളിപ്പുറത്ത് ഒരു വലിയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ വാർത്ത പ്രേക്ഷകരുടെ എല്ലാവരുടെയും മുൻപിലുണ്ട്. ഒരു തിരോധാന കേസിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ്. അത് പോകുന്ന വഴി കണ്ട് സത്യം പറഞ്ഞാൽ അമ്പരന്ന് നിൽക്കുകയാണ് മലയാളികൾ. ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാന കേസ് അതൊരു കൊലപാതക കേസായി മാറുന്നു. അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ 3ഓളം സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു ബിന്ദു പത്മനാഭൻ, ഒപ്പം തന്നെ ഒരു സിന്ധു എന്ന് പറയുന്ന സ്ത്രീ, ഒരു ഐഷ എന്ന് പറയുന്ന സ്ത്രീ, ഇവരുടെയൊക്കെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്താണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. സെബാസ്റ്റ്യനെ ഇന്ന് ഈരാറ്റുപേട്ടയിൽ മൊബൈൽ ഫോൺ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ പ്രതി കടയിൽ ചാർജ് ചെയ്യാൻ എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇയാളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയും ചെയ്യും. ഇതിനു മുൻപ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. നമുക്ക് നോക്കാം ഇന്ന് ഈരാറ്റുപേട്ടയിലേക്ക് പോലീസ് ഇയാളെ കൊണ്ടുവരുമ്പോൾ. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈരാറ്റുപേട്ടയിലേക്കാണ് തെളിവെടുപ്പിനായി ഈ സെബാസ്റ്റ്യനെ പോലീസ് ക്രൈംബ്രാഞ്ച് എത്തിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജൈനമ്മ കേസിൽ തുടങ്ങിയ അന്വേഷണം കടന്നുപോകുന്നത് നിരവധി സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൂടെയാണ്. തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് മനു. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ദിവസം തന്നെയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസന്വേഷണം എത്തി നിൽക്കുന്നത് 3ഓളം മറ്റ് സ്ത്രീകളുടെ കൂടി തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജൈനമ്മയുടെ കേസിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ഈ കേസിൽ അതായത് ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ തുമ്പുണ്ടായത് ഈരാറ്റുപേട്ടയിൽ നിന്നുമാണ്. ഈ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ഈ സെബാസ്റ്റ്യൻ്റെ പക്കലുണ്ടായിരുന്നു. ഇടയ്ക്ക് ജൈനമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അവരുടെ ബന്ധുക്കളുടെ ഫോണുകളിലേക്ക് മിസ് കോൾ അടിക്കുന്ന ഒരു സ്വഭാവം ഈ സെബാസ്റ്റ്യനുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോൺ ഓണാകുന്നത് കൃത്യമായി പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഈ സെബാസ്റ്റ്യൻ്റെ പക്കലുണ്ടായിരുന്ന ജൈനമ്മയുടെ ഫോൺ ഈരാറ്റുപേട്ട ടവർ ലൊക്കേഷനിൽ വെച്ച് ഓണാകുന്നത് പോലീസ് കണ്ടെത്തുന്നത്. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ഈരാറ്റുപേട്ടയിൽ ഒരു മൊബൈൽ കടയിൽ വെച്ച് റീചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോൺ ഓണാക്കിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടത്തിയ പരിശോധനയിൽ ആ കടയിൽ നിന്നും CCTV ദൃശ്യങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ സെബാസ്റ്റ്യനെ പോലീസ് പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്. ആ ഫോൺ എവിടെയാണ് എന്ന കാര്യത്തിൽ സെബാസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ അനുകൂലമായ ഒരു മറുപടി പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ആദ്യം മുതൽ തന്നെ ഇദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടും ഈ ഫോൺ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ള ഈരാറ്റുപേട്ടയിലെ മൊബൈൽ കടയിലെത്തിച്ച് അവിടെ വിശദമായ രീതിയിൽ പരിശോധന നടത്തുവാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി ഇന്ന് സെബാസ്റ്റ്യനെ ഈരാറ്റുപേട്ടയിൽ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം കണ്ടെത്തിയ അസ്ഥികഷ്ണത്തിന് ശേഷമാണ് വീണ്ടും മറ്റൊരിടത്ത് കുഴിച്ചപ്പോൾ വീണ്ടും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആദ്യം അസ്ഥികഷ്ണം കണ്ടെത്തിയ ഉടൻ തന്നെ പോലീസ് ജൈനമ്മയുടെ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ വിളിച്ചു വരുത്തി DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ആ DNA സാമ്പിളുകൾ ശേഖരിച്ചതിൻ്റെ പരിശോധനാ ഫലം കൂടി ഇന്ന് വരികയാണ്. ഇത് ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആദ്യം ലഭിച്ച അസ്ഥികഷ്ണം ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ സാമ്പിളുകൾ ശേഖരിക്കപ്പെട്ടത്. എന്നാൽ ഇത് ജൈനമ്മയുടേതാണോ എന്ന് ഉറപ്പുവരുത്താൻ DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം തന്നെയാണ് നിർണായകമാകുക. മറ്റൊരു അസ്ഥികഷ്ണം കൂടി ലഭിച്ച സാഹചര്യത്തിൽ അതും ആരുടേതാണെന്ന് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഐഷ, ബിന്ദു, സിന്ധു എന്ന് പറയപ്പെടുന്ന 3 മറ്റ് സ്ത്രീകൾ കൂടി തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണം അതൊരു പ്രധാനപ്പെട്ടതാണ്. ആ കേസും അവരുടെ തിരോധാന കേസും കൂടി ഇപ്പോൾ ഇതിലോട്ട് കണക്റ്റായ സ്ഥിതിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ പരിശോധനകളിൽ ലഭിച്ച അസ്ഥികഷ്ണങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ DNA പരിശോധന നടത്തേണ്ടതല്ലേ? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന 3 സ്ത്രീകളുടെയും ബന്ധുക്കളുടെ സാമ്പിളുകൾ അതിനോടനുബന്ധിച്ച് ശേഖരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബിന്ദുവിൻ്റെ സഹോദരൻ വിദേശത്താണ്. അദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ, DNA സാമ്പിളുകൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നുവെങ്കിലും വീണ്ടും അദ്ദേഹത്തോട് നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു നിർദ്ദേശം
ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ രക്തസാമ്പിളുകൾ ഒരിക്കൽ കൂടി ശേഖരിച്ചതിന് ശേഷം ഈ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ആരുടേതാണ് എന്ന്, അതായത് ഒന്നിലേറെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസന്വേഷണത്തിലേക്കാണ് ഈ ജയനമ്മയുടെ തിരോധാനം എത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റ് ആളുകളുടെ ഈ ബിന്ദുവും ഒപ്പം തന്നെ ഐഷയും പോലെയുള്ള സ്ത്രീകളുടെ ബന്ധുമിത്രാദികളുടെ രക്തസാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തുള്ള ബിന്ദുവിൻ്റെ സഹോദരനോട് നാട്ടിലേക്ക് മടങ്ങിയെത്തി രക്തസാമ്പിളുകൾ എത്താനുള്ള നിർദ്ദേശം ഈ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ളത്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത്, ഈ സെബാസ്റ്റ്യൻ അന്വേഷണവുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ സെബാസ്റ്റ്യൻ്റെ ഭാര്യയെയും ഇന്ന് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി അവരിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ നോക്കുന്ന പ്രധാനപ്പെട്ട മാർഗം. എന്തായാലും ആദ്യം മുതൽ തന്നെ ഈ കേസിൻ്റെ ചോദ്യം ചെയ്യലുമായി സെബാസ്റ്റ്യൻ നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും പിന്നീട് 7 ദിവസത്തേക്ക് കോടതി കസ്റ്റഡിയിൽ വിടുകയും ആയിരുന്നു. ഇതിനകത്ത് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെ നിർണായകമാവുക. സാക്ഷികളില്ലാത്ത ഒരു കേസായതുകൊണ്ട് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോയി പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. അത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് എങ്കിൽ കൂടിയും പരമാവധി ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഈ ഇരറ്റുപേട്ടയിൽ നിന്നും ടവർ ലൊക്കേഷൻ കണ്ടെത്തിയതും അവിടെ വെച്ച് ഫോൺ ഓണാക്കിയതും അവിടുത്തെ CCTV ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഈ കേസിൽ നിർണായകമാണ് എങ്കിൽ കൂടിയും DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലങ്ങൾ കൂടി വരുമ്പോൾ മാത്രമാണ് ഇത് ആരുടെ അസ്ഥി കഷ്ണങ്ങളാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതാണ് ഈ കേസിൽ ഏറെ നിർണായകമാവുക. മനു.